ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മൾക്കും സുഖമായിട്ട് പോകണം. അപ്പോൾ ചായപ്പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ചായടിയൊക്കെ കഴിഞ്ഞു. ലൈറ്റൊക്കെ ഇട്ടിക്കണം. ഇങ്ങോട്ട് ലൈറ്റ് കുറവാണ് അടുക്കളയിൽ. അപ്പം ഇങ്ങനെ മഴയായിട്ടേ ഇരുട്ടായി കൊണ്ടാണ്. എന്തൊക്കെ അപ്പം ഇന്ന് ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ തീമട്ടു. ഇനി മുരിങ്ങ ഊരാണ്ട്. എന്നാൽ പുട്ടും ബാക്കിയാണ് കേട്ടോ. ഞാൻ രാവിലെ നീച്ചേക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ വീഡിയോ ഒക്കെ എടുക്കണം വിചാരിച്ചിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ മറന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ തോന്നുന്നില്ല. അപ്പോൾ പിന്നെ ഇപ്പം ഇനി ഇങ്ങനെ എടുക്കാൻ വിചാരിച്ചു. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയല്ലേ? ഇവിടെയൊക്കെ മഴ തന്നെ കേട്ടോ. നല്ല മഴയാണ് 2-3 ദിവസമായിട്ട്. ജനൽക്ക് ഇങ്ങനെ വെച്ചിട്ട് കേട്ടോ. സ്റ്റാൻഡൊക്കെ 1-2 വാങ്ങി. അതൊക്കെ ആട്ടത്തിൽ കൂടി കിടക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ ജനൽക്ക് പിന്നെ അല്ലെങ്കിൽ ഷോക്കേസിലോ ഒക്കെ ഇങ്ങനെ വെച്ചിട്ടാട്ടോ വീഡിയോ എടുക്കൽ. കുഞ്ഞോള് മുരിങ്ങ വരും കേട്ടോ. ഞാനെ കാണുന്നില്ല. അപ്പോൾ വാഴക്കപ്പേരി വെച്ചിട്ടുണ്ട്. ചോറ് അടുപ്പത്തുണ്ട്. മുരിങ്ങ താളിച്ച മുരിങ്ങ ഊരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോ കുറച്ചൊക്കെ പേര് കണ്ടിരിക്കുന്നു കേട്ടോ. അൽഹംദുലില്ലാ. അങ്ങനെ നമ്മൾ വീഡിയോ കയറണം. മറ്റത് 500-1000 ഒന്നും കണ്ടിട്ടൊന്നും നമുക്ക് ഒന്നും ആവില്ല. ഇപ്പം 3000 സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ നമുക്ക്. അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തോലൊക്കെ നമ്മൾ വീഡിയോ വരുമ്പോൾ വീഡിയോ എടുത്ത് കാണുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ മുമ്പ് ചട്ടി വാങ്ങിച്ചിരുന്നു കേട്ടോ. ആ ചട്ടി മയക്കിയതാട്ടോ. അത് ചായ ഉണ്ടാക്കി ഇങ്ങാണ്ടാണ് മയക്കി. കുറച്ച് വെള്ളം തീമച്ച് തിളച്ചപ്പോൾ 2-3 സ്പൂൺ ചായപ്പൊടി ഇട്ടു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചൂട് പൊയ്ക്കണം കേട്ടോ. ഇനി ഇതൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് എണ്ണ തേച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല പണ്ടൊക്കെ ഉമിയിട്ടുങ്ങാണ്ട് കേട്ടോ മയക്കുന്നത്. ഇപ്പോൾ ഇവിടെ നല്ല ഉമിയൊക്കെ കിട്ടണം. ഇപ്പോൾ എല്ലാവരും പരിപാടി ഇങ്ങനെയൊക്കെ തന്നെ. അല്ലെങ്കിൽ കഞ്ഞിവെള്ളം പറഞ്ഞ് തിളപ്പിക്കുക, അല്ലെങ്കിൽ ചായ തിളപ്പിക്കുക, ചായപ്പൊടി ഇട്ട് തിളപ്പിക്കുക. ചോറ് ഇതാ കുക്കറിൽ വിസിലടിച്ച് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി മുരിങ്ങ ഊരിനുണ്ട്. വാഴക്കപ്പേരി വെച്ചിട്ടുണ്ട്. ഇനി വാഴക്കപ്പേരി തൂമിച്ചാനുണ്ട് കേട്ടോ. നമ്മളെ പച്ചമുളക്, നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് പച്ചമുളക് കേട്ടത്. കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. നമ്മളെ കട്ടൻ ചായ തിളപ്പിച്ചതൊക്കെ ഒഴിവാക്കിക്കണ്ടോ. ഇനി ചട്ടി അടുപ്പത്ത് വെച്ചൊന്ന് ഉണക്കട്ടെ. എന്നിട്ടൊന്ന് എണ്ണ തേച്ച് വെക്കണം. എന്നിട്ട് ഉപ്പേരി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തൂമിച്ചണം. ഇനി മുരിങ്ങ താളിച്ചണം. അപ്പം നമ്മളെ ചട്ടി എണ്ണയൊക്കെ തേച്ച് വെച്ചിക്കണം കേട്ടോ. കണ്ടില്ലേ? നല്ല ഊമിയിട്ടുങ്ങാണ്ട് മയക്കിയ മാതിരിണ്ട് കേട്ടോ. ചട്ടീൻ്റെ കളർ കണ്ടോ? അങ്ങനെ കട്ടൻ ചായ ഉണ്ടാക്കിങ്ങാണ്ട് ഒഴിവാക്കിയാൽ മതി കേട്ടോ. അങ്ങോട്ടൊന്ന് എണ്ണയും തേച്ച് വെച്ചാൽ സൂപ്പറാവും. മയക്കാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞിരാണ് കേട്ടോ. അല്ലെങ്കിൽ കഞ്ഞിവെള്ളം തിളപ്പിച്ചാലും മതി. കറുപ്പ് ഗ്യാസുമേലായിട്ട് ചായ തിളപ്പിച്ചോണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ കറുപ്പൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഇങ്ങനെ പോവുക കേട്ടോ. വാപ്പാൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി വരട്ടെ. ഇപ്പം മയക്കൊരു ഒഴിവുണ്ട് കേട്ടോ. എന്താ കാട്ടണ്? ഞാൻ വാപ്പാൻ്റെ അടുത്താട്ടോ. വാപ്പാൻ്റെ അടുത്തേക്ക് പോകുന്നതാണ്. ഇസു അവൻ്റെ അമ്മയും സോഫയൊക്കെ തട്ടുക കേട്ടോ. മാറാലൊക്കെ തട്ടുക. പാപ്പാക്ക് കഞ്ഞിയൊക്കെ കൊടുത്ത് പോകുന്നു കേട്ടോ. നമ്മളെ തെച്ചൊക്കെ കണ്ടോ? പൂവ് നല്ലോണം പൂവിട്ടിരിക്കണം. അപ്പോൾ വലുതായി വരുന്നുണ്ട്. രാവിലെ ചായയും കടയൊക്കെ ഉണ്ടാക്കാൻ അടുക്കളയ്ക്ക് വന്നിട്ടുള്ളൂ കേട്ടോ. ചായക്ക് വെള്ളമൊക്കെ വെച്ചിക്കണ്. ഗ്രീൻ പീസ് കറി പാലപ്പമാണ് കേട്ടോ. അപ്പോൾ കറി ഉണ്ടാക്കട്ടെ. കറി ഉണ്ടാക്കാൻ വേണ്ടി കടലയൊക്കെ കുതിർത്തിക്കണം കേട്ടോ. കുതിർത്തി ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടതാണ്. കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഉള്ളിയും തക്കാളിയൊക്കെ വെട്ടട്ടെ. കറി അപ്പമൊക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നലെ കുറച്ചൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തു, പിന്നെ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ചായയും കടിയൊക്കെ ഉണ്ടാക്കട്ടെ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതന്നെ പറയാനില്ല കേട്ടോ. എല്ലാവരും നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുകൊണ്ട്
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുകൊണ്ട്. പിന്നെ പുതിയ സബ്സ്ക്രൈബേർ കുറേ വന്നിക്കണം. ഒരുപാട് നന്ദി കേട്ടോ എല്ലാവരോടും. നമ്മളെ വീഡിയോ കാണാതെ പോകരുതേ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായാലുള്ളൂ നമ്മളെ വീഡിയോ മുന്നോട്ട് പോകട്ടോ. പച്ചപ്പട്ടാണി ഗ്രീൻ പീസ് കുതിർത്തി കേക്ക് വൃത്തിയാക്കി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഞേക്കൊരു ഉള്ളി ഒരു തക്കാളിയൊക്കെ ഇട്ട് പൊടികളൊക്കെ ഇട്ട് വേവിച്ചിട്ടോ. മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, ഒരു ഉള്ളി, തക്കാളി ഒക്കെ കടലിലേക്ക് തന്നെ ഇട്ടിട്ട് ഒരു 4 വിസിൽ. ഒരൊറ്റ വിസിൽ എന്ന് പറയാൻ പുറപ്പെടുകയാണേ. ഒരു വിസിലല്ല കേട്ടോ, ഒരു 4 വിസിൽ. അപ്പോൾ ഒരു ഉള്ളിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി ഒന്ന് വെട്ടിയിട്ടെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതാട്ടോ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ടേക്കണം. ഒരു ഉള്ളി, തക്കാളി. അപ്പം ഇനി ഒരു 4 വിസിലടുപ്പിച്ചിട്ടോ. ഇതെന്നാൽ ചാടിട്ടോ പറയിൻ്റെ അടിയിൽ. അപ്പം ഇനി ഒരു 4 വിസിലടുപ്പിച്ചിട്ടോ. പാലപ്പത്തിന് കൂട്ടി വെച്ചതാണ്. അത്യാവശ്യമൊക്കെ നരച്ചേക്കണം. ഈസ്റ്റ് കുറച്ച് പഴകിയാൽ പിന്നെ നല്ലോണം പൊന്തി വരില്ല. അപ്പം അങ്ങനെ പാലപ്പം ചൂടുകയാണ് കേട്ടോ. ഒരു കയ്യിൽ ഫോണാണ് കേട്ടോ. ഒരു കൈ കൊണ്ട് 2 കൈ കൊണ്ട് പിടിച്ച് ചുറ്റാൻ പറ്റണില്ല. ഈ കറി ഒന്ന് തൂമിച്ചട്ടെ കേട്ടോ. കറിയൊക്കെ വന്നിട്ടുണ്ട്. കറി തൂമിച്ചട്ടെ. ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കണം കേട്ടോ. എൻ്റെ ക്ലിപ്പ് ചാടിയൊക്കെ നമുക്ക് വെച്ചാൽ കറിവേപ്പിലൊക്കെ ഇത് കേട് നിൽക്കണമാവോ. കുറേ ദിവസമായി ഇതിലേക്ക് കൊടുന്ന് വെച്ചിട്ട്. കറിവേപ്പില അങ്ങനെ കുറേ എടുത്തിങ്ങാണ്ട് കൊടുന്ന് കീസിലാക്കി വെക്കലാട്ടോ. എന്നങ്ങനെ എപ്പോഴും എടുക്കാൻ പോകണ്ടല്ലോ. തീർപ്പാ വാഷിംഗ് മെഷീൻ്റെ മോള് ഉണ്ടായിരുന്നു അവിടെ ഇതുവരെ. എന്നാ മേശ നോക്കാം. അത് കജ്ജ് ചട്ടിമണ തട്ടി. കുറേ ആൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കമൻറ്റ് ഇടുകൊണ്ട് ആ കമൻറ്റ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എല്ലാവരും കമൻറ്റ് ഇടുകൊണ്ടെന്ന് പറയാം. നിങ്ങളെ കൂടുതൽ ഇങ്ങനെ കാണിച്ച് ബോറടിപ്പിച്ചിട്ടില്ല കേട്ടോ. അപ്പം മക്കളെ കറി തൂമിച്ചാണ് കേട്ടോ. അപ്പം അങ്ങനെ കറി തൂമിച്ചിട്ടോ. ഞാൻ ഫോൺ അവിടെ നിന്ന് വെച്ചു. കുക്കർ എടുത്തുങ്ങാണ്ട് കറി തീ കൊയിച്ചണമെങ്കിലൊക്കെ ഫോൺ കൈ പിടിച്ചങ്ങാണ്ട് കഴിയൂലല്ലോ. അപ്പോൾ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടുട്ടോ. ഉള്ളി ചുവന്ന് വന്നപ്പോഴേ കറി ഒന്ന് കളർ ഇട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി ഒരു സ്പൂണ് ബിരിയാണി മസാല ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാക്കാം കേട്ടോ. ചിക്കൻ മസാല, ബിരിയാണി മസാല എന്തെങ്കിലും ഒന്ന് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണം.
അപ്പം അങ്ങനെ നമ്മളെ പാലപ്പക്കൂടെ ചുട്ട് കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനി കറി ആവട്ടെ. കുഞ്ഞോളെ ആ മല്ലിച്ചപ്പൊന്ന് എടുത്ത് തന്നാൽ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ചും കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ നമ്മളെ ഗ്രീൻ പീസ് കറി അടിപൊളി ആയിരിക്കണം കേട്ടോ. ഒരു ഉള്ളി ഒരു തക്കാളി ഇട്ട് 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 സ്പൂൺ മുളകും പൊടി, 1 സ്പൂണ് ബിരിയാണി മസാല. കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ ലാസ്റ്റ്. അപ്പം ഇനി ഗ്യാസ് ഓഫ് ആക്കണം കേട്ടോ. അപ്പം നമ്മളെ ഗ്രീൻ പീസ് കറി റെഡിയായി, പാലപ്പം റെഡിയായി. ഇനി നമ്മൾ ചായ കുടിച്ചിട്ട് കേട്ടോ. ഇതോ അത് പൈനാപ്പിള് നമുക്ക് ചെത്തണം കേട്ടോ. ആ തിന്നാൻ ചെത്തണേ. ആ